പ്രോമോകളുടെ അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ഋഷിയെ ഡേഞ്ചർ സോണിൽ നിർത്തിയിട്ടുള്ള ഒരു കളിയുണ്ട് കേട്ടോ ബിഗ് ബോസിന്റെ വക. ഇന്ന് നോറേനെ ഋഷിനെയാണ് ഡേഞ്ചർ സോണിൽ നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് നോറയെ എവിക്റ്റ് ആക്കുന്ന പോലെ കാണിച്ചിട്ട് സീക്രട്ട് റൂമിലേക്ക് വിടും എന്നാണ് അറിയാൻ സാധിച്ചത്. അതാണ് ഇന്നത്തെ എപ്പിസോഡിന് അത് സംഭവിക്കാൻ പോകുന്നത്. ഋഷിക്ക് അത്യാവശ്യം വോട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ടോപ്പ് 6 നിൽക്കാൻ പാകത്തിന് സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ഋഷി ഒന്നും പുറത്താവില്ല ഇന്നത്തെ എപ്പിസോഡിനകത്ത്. പിന്നെ അതുപോലെ പുറത്തു വന്നിട്ടുള്ള മറ്റൊരു പ്രോമോയാണ് ടങ് ട്വിസ്റ്റേഴ്സ്. ലാലേട്ടൻ കഴിഞ്ഞ സീസണിലൊക്കെ വൻ ട്രെൻഡ് ആക്കിയ ഒരു ടാസ്ക് ആണ് ഇത്. ഈ സീസണിൽ ഇതൊക്കെ എത്രമാത്രം വലിയ ട്രെൻഡ് ആവുമെന്ന് കണ്ടറിയാം. സംഭവം ഒരു ഫൺ പരിപാടിയാണ്. ലാലേട്ടൻ എല്ലാ സീസണിലും കൊടുക്കാറുള്ള ഒരു ടാസ്ക് ആണ്. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പ്രോമോസ്. ചോർച്ചാ സിദ്ധാന്തം ടാസ്കിനെ പറ്റി ഒന്നും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല എന്നാണ് കേട്ടോ തോന്നുന്നത്. അതിനെപ്പറ്റി പറയാനാണെങ്കിൽ സായിയും സിജോയിൽ നിന്ന് ഉരുകാനുള്ള സാധ്യതകളുള്ള ഒരു വിഷയമാണ്. തൊട്ടാൽ പൊള്ളുന്ന ഒരു വിഷയം എന്നൊക്കെ പറയാം. അവരുടെ കാര്യം പറയുമ്പോൾ പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു സ്റ്റാൻഡ്. അവരെ നിർത്തിപ്പൊരിക്കാനുള്ള വകുപ്പുണ്ടെങ്കിലും ലൈറ്റായിട്ട് ലാലേട്ടൻ ഡീൽ ചെയ്യത്തുള്ളൂ. അതെപ്പോഴും അങ്ങനെയാണ്. ഞാൻ 2-3 ആഴ്ചയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതെന്താണ് അങ്ങനെ എന്ന് എനിക്ക് അറിയത്തില്ല. അതിൽ തന്നെ സായിയോട് ലാലേട്ടൻ ഒരു പ്രത്യേക സ്നേഹമുള്ള പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്നലെ പറയുന്നത് കേട്ടോ ഇപ്പോ SK ആയി എന്നൊക്കെ. ലാലേട്ടൻ എന്തിന്റെ കേടാണ്? എന്തിനാണ് ഈ സീക്രട്ടിനൊക്കെ ഇത്ര വലിയ ഹൈപ്പ് കൊടുക്കുന്നത്? പിന്നെ എന്താണ് ലാലേട്ടന്റെ സ്ഥിരം ഡയലോഗുകൾ? ക്ലെൻസിങ്, റെവലേഷന്, വെളിപാട്. അല്ല, എനിക്ക് തോന്നി ഈ ഒരു കാര്യം നിങ്ങൾക്കും തോന്നിയോ എന്ന് കമന്റ്സിൽ പറയാൻ കേട്ടോ. സായിയോടും സിജോയോടും ഫേവറിസം ഉണ്ടോ ലാലേട്ടന്? കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.